വയനാട് ഭവന നിർമ്മാണ ഫണ്ടിനെ കുറിച്ചുള്ള ചോദ്യങ്ങളോട് നീരസം പ്രകടിപ്പിച്ച് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. ഫണ്ടിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും വ്യക്തമായി പറഞ്ഞതാണ്. ബാലിശവും അടിസ്ഥാനരഹിതവുമായ കാര്യങ്ങളാണ് CPIM ഉന്നയിക്കുന്നത്. വീട് പണി തുടങ്ങി കഴിഞ്ഞല്ലോ എന്ന VD സതീശന്റെ പ്രസ്താവനയോട് പ്രതികരിക്കാൻ സണ്ണി ജോസഫ് തയ്യാറായില്ല. ഈ അവസാന ഘട്ടമായപ്പോൾ വളരെ പെട്ടെന്ന് പതിവില്ലാത്തവണ്ണം പ്രതിപക്ഷത്തിന് നേരെ ആരോപണങ്ങൾ, പ്രതിപക്ഷത്തിന് നേരെ ചോദ്യങ്ങൾ, അങ്ങനെയൊക്കെ വരുന്ന ഒരു സാഹചര്യം. ബാലിശവും അടിസ്ഥാനരഹിതവും സ്വർണ്ണക്കൊള്ള നടത്തിയവര്, രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ചവര്, അവരെ സംരക്ഷിക്കുകയാണ്. സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളായ CPM നേതാക്കന്മാർക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി ചാർജ് ഷീറ്റ് വൈകിപ്പിക്കുകയാണ്. അവർക്കെതിരെ പാർട്ടി ഇതുവരെ കമാന്ന രാഷ്ട്രം നടപടി സ്വീകരിച്ചിട്ടില്ല. അവരാണ് ഞങ്ങൾ കൃത്യമായ കണക്ക് പറഞ്ഞ വയനാട് ഫണ്ടിൽ അവരുദ്ദേശിക്കുന്നത് എന്താണ്? പുകമറയുണ്ടാക്കി. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നുകൂടെ അത് തുറന്നു പറയാൻ ആളുകളുടെ മുമ്പിൽ ഞാൻ തന്നെ ഇവിടെ വെച്ച് വാർത്താ സമ്മേളനം നടത്തി. ഇത്ര എമൗണ്ട് കിട്ടി, ഇത്ര എമൗണ്ട് അത് സ്പെൻഡ് ചെയ്തു, അഡീഷണൽ ആയിട്ട് ഇത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്തു എന്ന് കൃത്യമായി പറഞ്ഞു. ദാറ്റ് ഈസ് ഓവർ. എനിക്ക് തോന്നുന്നു അത് കുറെ കൂടി സംയോജിക്കൽ അത് പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറെ കൂടെ മുമ്പ് എല്ലാ നേതാക്കന്മാരും ഒരേ സ്വഭാവത്തിൽ പറഞ്ഞിരുന്ന ഇത്രയും വിവാദം ഇല്ല. അതൊന്നും അല്ല. കാരണം അതൊരു വിവാദമാക്കേണ്ട വിഷയമില്ല. വിവാദമാക്കിയപ്പോഴാണ് മറുപടി പറഞ്ഞത്. അല്ല, പ്രതിപക്ഷ നേതാവ് വീട് പണി തുടങ്ങിയെന്ന് പറഞ്ഞത് അതൊക്കെ ഞാൻ ചോദിക്കട്ടെ. വീട് പണി തുടങ്ങിയപ്പോൾ ഞാൻ പറയൂലേ ചിലപ്പോൾ വീട് പണി തുടങ്ങും. ചിലപ്പോൾ പണിക്കാർ കോൺട്രാക്ട് കൊടുത്തേക്കുന്നല്ലേ. ഈ റോഡ് എൻ്റെ ഈ മുമ്പിലത്തെ റോഡേ MLA ഫണ്ട് വെച്ചിട്ട് ടെൻഡർ കഴിഞ്ഞിട്ട് ഒരു 3 മാസമായി. ഞാൻ കോൺട്രാക്ടർ 2 പ്രാവശ്യം വിളിച്ചു. ഈസ് നോട്ട് ഡൂയിങ്. ആ വർക്ക് എടുക്കുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഒരു കോൺട്രാക്ടറെ ഏൽപ്പിച്ചാൽ അതിൻ്റെതായ താമസമുണ്ട്. ആ കോൺട്രാക്റ്റിൽ തന്നെ ഉണ്ട് 6 മാസം ഉണ്ടാവും. അപ്പോൾ അതൊന്നും തിരക്ക് പിടിക്കല്ല. നിങ്ങളൊരു കാര്യം ചെയ്താൽ ശബരിമല കള്ളന്മാരെ രക്ഷിക്കാൻ വേണ്ടി ഈ അഭ്യാസം കൊണ്ടൊന്നും ഞങ്ങളുടെ അടുത്തേക്ക് വരണ്ട. അത്രേ ഉള്ളൂ. ഈ പറഞ്ഞത് അവസാന ഘട്ടത്തിൽ ശബരിമല വിഷയമാകും. എല്ലാ ഘട്ടത്തിലും പദവിയെക്കുറിച്ച് തർക്കമില്ലെന്നും പേരാവൂരിൽ വിജയം ഭദ്രമാണെന്നും സണ്ണി ജോസഫ് ന്യൂസ് മലയാളം ഇലക്ഷൻ ട്രാവലറിൽ പറഞ്ഞു. വിവരങ്ങളുമായി ER രാഗേഷാണ് ചേരുന്നത്. രാഗേഷ്, അതിൽ കൃത്യം വ്യക്തമാണ്. ചോദ്യങ്ങളോടുള്ള നീരസം തന്നെയാണ് സണ്ണി ജോസഫിന്റെ പ്രതികരണത്തിൽ മറുപടിയിൽ പ്രകടമാകുന്നത്. ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരം തരേണ്ട ആൾ തന്നെയാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. പക്ഷേ ആ ചോദ്യം ചോദിക്കുമ്പോൾ, വയനാട് ഫണ്ടിനെ കുറിച്ച് ചോദിക്കുമ്പോൾ സ്വർണ്ണക്കൊള്ളയും മറ്റും പറഞ്ഞ് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു സണ്ണി ജോസഫ് എന്നുള്ളതാണ്. ഇത്തരം ചോദ്യങ്ങളിൽ എന്തുകൊണ്ടാണ് സണ്ണി ജോസഫ് ഇത്രയധികം നീരസം കാണിക്കുന്നത്? പ്രത്യേകിച്ചും പല ഭാഗത്തു നിന്നും, കോൺഗ്രസ് അണികളുടെ ഭാഗത്തു നിന്ന് വരെ എവിടെ ഫണ്ട്, എവിടെ വീടുകൾ എന്ന് ചോദിക്കുന്ന സാഹചര്യത്തിലാണ് സണ്ണി ജോസഫിന്റെ ഇത്തരത്തിലുള്ള മറുപടി. അതിനെ എങ്ങനെ നോക്കിക്കാണാം? പ്പോൾ വയനാട് പുനരധിവാസം, ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ വീട് നിർമ്മാണം, ഇതൊന്നും തന്നെ വലിയ ചർച്ചയായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അതല്ല സാഹചര്യം. കാരണം വീടെവിടെ എന്ന് കോൺഗ്രസിനോട് നിരന്തരം LDF നേതാക്കൾ ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം ആവർത്തിച്ച് ചോദിക്കുകയും ചെയ്തു. ഈ ഒരു ഘട്ടത്തിൽ കണക്കുകൾ പുറത്തുവിടാൻ കോൺഗ്രസ് നിർബന്ധിതരാവുകയും ചെയ്തു. അദ്ദേഹം തന്നെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് തന്നെയാണ് 2 ദിവസം മുമ്പ് ആപ്പിലൂടെ ലഭിച്ച പണത്തിൻ്റെ വിശദാംശങ്ങളൊക്കെ തന്നെ പങ്കുവച്ചത്. അപ്പോഴും അണികളുടെ ഭാഗത്തുനിന്നും ഒപ്പം തന്നെ പല കോണുകളിൽ നിന്നും ചില സംശയങ്ങൾ, പൊരുത്തക്കേടുണ്ട് എന്ന തരത്തിലുള്ള പ്രതികരണമൊക്കെ തന്നെ വന്നിരുന്നു. പക്ഷേ അദ്ദേഹം ഇപ്പോൾ പറയുന്ന കാര്യം, അല്ലെങ്കിൽ ന്യൂസ് മലയാളത്തോട് ഇപ്പോൾ വിശദീകരിച്ചിരിക്കുന്നത്, ഫണ്ടിനെ പറ്റി താൻ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രവുമല്ല, ഇപ്പോൾ ഉയർത്തുന്ന ആരോപണങ്ങൾ, പ്രത്യേകിച്ച് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും LDFിൻ്റെ ഭാഗത്തുനിന്നൊക്കെ തന്നെ ബാലിശമായ ആരോപണമാണ് ഉയർത്തുന്നതെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കാരണം വാർത്താ സമ്മേളനത്തിൽ ഫണ്ടിനെ കുറിച്ച് താൻ എല്ലാ കാര്യത്തിലും വ്യക്തത വരുത്തിയതാണ്. ഇപ്പോൾ ഉണ്ടാകുന്ന വിവാദം ബോധപൂർവമാണ്, അത് ബാലിശമാണ്. ബോധപൂർവം അത്തരം ശ്രമങ്ങൾ LDFിൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്നു എന്ന വിമർശനമാണ് അദ്ദേഹം നടത്തിയത്. മാത്രവുമല്ല, VD സതീശൻ വീട് നിർമ്മാണം തുടങ്ങിയില്ലെന്ന ചോദ്യത്തിന് കൃത്യമായ പ്രതികരണവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. മറിച്ച് അദ്ദേഹം കോൺട്രാക്ടറുടെ കഥ പറയുകയാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചത്. ഇതുകൂടാതെ ചില വിമർശനങ്ങൾ കൂടി അദ്ദേഹം മാധ്യമങ്ങൾക്കെതിരെ കൂടി ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സ്വർണ്ണക്കൊള്ളയാണ് ഈ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം, മുഖ്യ പ്രചാരണ വിഷയം. ഒപ്പം തന്നെ പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രചാരണ വിഷയം. അതിൽ നിന്ന് വഴി മാറ്റാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്ന തരത്തിലുള്ള പ്രതികരണവും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഫണ്ടിനെ കുറിച്ചുള്ള കൂടുതൽ ചോദ്യങ്ങൾക്ക് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായതുമില്ല. സ്വാതി.